ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. പല ദിക്കുകളിലും നിസ്വാർത്ഥമായിട്ട് പലതരത്തിലുള്ള ആരാധനകളെ കൊണ്ട് ഭക്തന്മാര് ചെയ്യുന്ന സൽക്കർമ്മങ്ങളും അതുപോലെ നിഷ്കാമകർമ്മങ്ങളോട് കൂടിയിട്ടുള്ള ബ്രാഹ്മണരുടെ കർമ്മങ്ങളും എല്ലാ ലൗകിക ജീവിതത്തെയും മാറ്റിവെച്ചുകൊണ്ട് ലോകനന്മയ്ക്ക് വേണ്ടിയിട്ട് തപസ് ചെയ്യുന്ന ഋഷീശ്വരന്മാരുടെ അപാര കാരുണ്യം വാത്സല്യം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതുപോലെ ഒന്ന് ഒത്തുകൂടുവാനും ഈശ്വര വിചാരം ചെയ്യുവാനും ഒക്കെ സാധിക്കുന്നുവെങ്കിൽ അവരുടെ ഒക്കെ പാദങ്ങളിൽ നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു ശുഭദിനത്തെ നമുക്ക് വരവേൽക്കാം. ഉപാസനകള്, സത്സംഗങ്ങള്, അതുപോലെ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മള് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ആളുകളൊക്കെ കഴിയുമ്പോൾ എന്താ ഈ മടുപ്പ് വരിക. സൽക്കർമ്മങ്ങൾ ചെയ്താൽ മടുപ്പ് വരരുത് ശരിക്കും. പിന്നെന്താണ് പുരാ അപി നവം പുരാണം എന്ന് പറയും അല്ലെ. പുരാണം വായിക്കും തോറും പുതുമയോടുകൂടി നമ്മളുടെ വീണ്ടും നമുക്ക് അതിൽ ലയിക്കാൻ നമുക്ക് അതിൽ സാധിക്കുക. കാരണം എന്തുകൊണ്ടാണ്? നമ്മളുടെ മനസ്സിലെ പലതരത്തിലുള്ള വിഷമങ്ങളെയൊക്കെ മാറ്റുന്നു ഭഗവാനെ കുറിച്ച് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ. അപ്പം ഈ സൽക്കർമ്മങ്ങൾ നമുക്ക് മടുത്തു എന്ന് തോന്നിക്കഴിഞ്ഞാൽ, നമ്മളുടെ ഉപാസനകളൊക്കെ മടുത്തു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതൊന്നും പിന്നെ എന്താണ് യഥാർത്ഥമായിട്ടുള്ള ഉപാസന ആയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. യഥാർത്ഥമായിട്ടുള്ള ആ ഒരു ആനന്ദം നമ്മൾ ആ ഉപാസനയിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പം ഈ ഉപാസന കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ഈ നാമജപങ്ങൾ കൊണ്ടും ഒക്കെ നമുക്ക് എന്താണ് ശരിക്കും നേടേണ്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നാമജപങ്ങൾ കൊണ്ടൊക്കെ നമ്മളുടെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക വേണ്ടത്. എന്താ നമ്മളുടെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യം? യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യം എന്താണ്? എന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ്. എന്നെ അറിയൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നെ തിരിച്ചറിയലാണ്. ആരാ ഞാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് എന്നും ആരാധിക്കപ്പെടുന്ന ഒരാളാണ് ഞാൻ അല്ലേ. നമുക്കിനി ഭൗതികമായിട്ട് പറഞ്ഞാൽ പോലും ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണ്? ഏറ്റവും കൂടുതൽ ഇഷ്ടം മക്കളോടാണെന്നും ഭാര്യയോടാണെന്നും ഭർത്താവിനോടോ എന്നൊക്കെ പറയും. ഉള്ളിന്റെ ഉള്ളിൽ ആരോടാ നമുക്ക് ഇഷ്ടമായിട്ട് അല്ലേ? നമ്മളോട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതെന്താ അതിന്റെ കാരണം? നമ്മളെ സ്നേഹിക്കുന്നത്ര ഒരു സുഖം, ഒരു ആനന്ദം നമുക്ക് വേറൊന്നിൽ നിന്നും നമുക്ക് കിട്ടില്ല. നമ്മളെ വിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പോകുമ്പോഴാണ് നമ്മൾ ദുഃഖത്തിന് കാരണമാകുന്നത്. ഇതങ്ങനെയല്ല. നമ്മളോട് സ്നേഹം ഉണ്ടാവണം. ആരാ ഈ നമ്മളോട് സ്നേഹം ഉണ്ടാവും എന്ന് പറയുമ്പോൾ നമ്മൾ ആരാ അപ്പം അല്ലെ? നമ്മൾ പലപ്പോഴും പറയാറില്ലേ നമ്മൾ ആരാ മോൻ എന്ന് പറയാറില്ലേ? ആരാ നമ്മളെന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളില് ഉള്ള ആ ഈശ്വര ചൈതന്യത്തെ, ആ ബോധസ്വരൂപനെ നമുക്ക് എപ്പോഴാണോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ മനുഷ്യജന്മം സഫലമാകുന്നത്. അവിടെയാണ് നമ്മളിപ്പോഴും ഇങ്ങനെ തെരഞ്ഞു നടക്കുക അല്ലെ. എവിടെയാ ഈശ്വരൻ, എവിടെയാ ഇതൊന്ന് അനുഭവിക്കാൻ സാധിക്കുക എന്നുള്ളത് തെരഞ്ഞു നടക്കുക. ശരിക്കും നമ്മൾ ഈ കണ്ണട മുഖത്ത് വെച്ചുകൊണ്ട് കണ്ണട തപ്പുന്നത് പോലെയാണ് ശരിക്കും. കണ്ണട മുഖത്ത് വെച്ചുകൊണ്ട് നമ്മൾ തപ്പിയാൽ എവിടെ ചെന്ന് തപ്പിയാലും കിട്ടുമോ? അതൊരിക്കലും സാധ്യമല്ല. അപ്പോ ഇനി ഒന്നും കൂടെ പറയാം. നമ്മൾ കാണുന്ന നമ്മള് ഈശ്വരനുള്ളിലാണെങ്കിൽ നമുക്ക് ഈശ്വരനെ നമുക്ക് എങ്ങനെ നമ്മളുടെ ഈ ഒരു ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്ക് ഒതുക്കി കാണാൻ സാധിക്കും? ഒരിക്കലും ഇല്ല. അപ്പം ഇതിനൊക്കെ അതീതമാണ് യഥാർത്ഥത്തില് ഈശ്വര ഭാവം എന്നുള്ളത്. അത് കണ്ടെത്തുക എന്നുള്ളത് എളുപ്പമല്ല. അത് അനുഭവിക്കലാണ്. ആ അനുഭവിക്കല്
എത്രയൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാലും ബാക്കി പിന്നെയും കിടക്കുകയാണ്. അനാദിയായിട്ടുള്ള സുഖമാണ് എന്നുള്ളത്. അനാദിയായിട്ടുള്ള സുഖമാണ്. എത്ര സുഖം നമ്മള് ഈ എന്താണ് ആകാശത്തേക്ക് ഇങ്ങനെ ഉയർന്നു പോകുമ്പോൾ വീണ്ടും 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 എന്തായി, നമ്മൾ അടുത്താന്ന് വിചാരിക്കും തോറും വീണ്ടും 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 അകന്നകന്നകന്നകന്ന് പോവുക നമ്മൾ അവിടെ അടുക്കും തോറും എന്ന് പറഞ്ഞ പോലെ അനാദിയാണ് ഈ ഈശ്വരഭാവം. അപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള ആ ബോധ സ്വരൂപനെ എന്നാണോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, അപ്പോഴാണ് ഈശ്വരനെ നമുക്ക് അറിയാൻ സാധിച്ചു. അല്ലെങ്കിൽ ഈശ്വര പ്രേമം എന്നുള്ളത് ആരോടായിരിക്കണം? നമ്മളോട് തന്നെ ആയിരിക്കണം പ്രേമം. അപ്പം ആ പ്രേമം ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് അമ്മമാരുടെ ഒക്കെ ഈ കരച്ചിലും പിഴിച്ചിലും ഒക്കെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കാൻ നമ്മൾ തയ്യാറാകാമോ? ആലോചിച്ച് നോക്കുക. നമ്മളെ വിട്ട് നമ്മൾ മറ്റൊന്നിൽ നമ്മൾ ഈശ്വരനെ കാണാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആണ് യഥാർത്ഥത്തിൽ നമ്മൾ വ്യതിചലിച്ചു പോകുന്നത്. അപ്പോൾ ഈ മായയെ നമുക്ക് തെളിഞ്ഞറിയാൻ സാധിക്കും. നമ്മളെ തന്നെ നമുക്കൊന്ന് വ്യക്തമായിട്ട് അനലൈസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാല് നമ്മളെ ബാധിക്കുന്ന മായയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് നമ്മളെ ഒരിക്കലും വന്ന് ബാധിക്കില്ല. ഈ സത്യത്തെ ഉറപ്പിക്കലാണ് നമ്മളുടെ ഭാഗവതത്തിലൂടെ ഒക്കെ നമുക്ക് ചെയ്യുന്നത്. ഈശ്വരനെ നമുക്ക് ഒരിക്കലും അളക്കാൻ സാധിക്കുകയാണെങ്കിൽ തന്നെ എന്താണ്, നമ്മളുടെ ഉള്ളില് നമ്മളുടേതായിട്ടുള്ള ഒരു ബുദ്ധി വൈഭവങ്ങളെ കൊണ്ട് എന്തൊക്കെയാണോ നമ്മൾ കാണുന്നത്, ഈ പ്രപഞ്ചം മുഴുവൻ, നമ്മളുടെ പ്രപഞ്ചം മുഴുവൻ എങ്ങനെയാണ് നമ്മൾ ധരിക്കുക? പ്രപഞ്ചം പുറത്താണെന്ന് ധരിക്കുക. പ്രപഞ്ചം പുറത്തല്ല സത്യം. പ്രപഞ്ചം എവിടെയാണ്? പ്രപഞ്ചം നമ്മളുടെ ഉള്ളിൽ ഇരിക്കുകയാണ്. പ്രപഞ്ചം നമ്മൾ കാണുന്നതൊക്കെ എന്താണോ അല്ലെ, നമ്മൾ കാണുന്നതൊക്കെ എന്താ ശരിക്കും? നമ്മളുടെ ഉള്ളിലല്ലേ നമ്മൾ കാണുന്നത്. അപ്പൊ എവിടെയാ ശരിക്കും ഇതൊക്കെ? ഈ കാണുന്നതായിട്ടുള്ള പ്രപഞ്ചം മുഴുവൻ എവിടെയാണ് ശരിക്കും? നമ്മളുടെ ഉള്ളിലാണ്. അപ്പൊ നമ്മൾ കാണാത്തതായിട്ട് ഇനിയും അല്ലെ, ആ പുരുഷ സൂക്തത്തിൽ പറയല്ലേ, സഭൂമിം വിശ്വതോ വൃത്വ അത്യധിഷ്ഠദശാങ്കുലം. ഭഗവാന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പം വീണ്ടും 10 അങ്കുലം ഇനി പുറത്തു നിൽക്കുക എന്ന് പറയാം അല്ലേ. വാമനസ്വാമി അളന്നെടുത്ത് മുഴുവൻ അളന്നെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്, പിന്നെയും ബാക്കി കിടക്കുന്നു ഭഗവാന്റെ കാൽപാദങ്ങൾക്ക് ബാക്കി കിടക്കുന്നു എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒരിക്കലും അളന്ന് തിട്ടപ്പെടുത്തുവാൻ സാധിക്കാത്ത അനാദിയായിട്ടുള്ള അവ്യയമായിട്ടുള്ള ഒരു ശക്തിയാണ് ഈശ്വരൻ. അത് നമ്മൾ ഇനിയിപ്പോ ആധുനിക ശാസ്ത്രത്തിലൂടെ നമ്മൾ ചെന്നാലും ഓരോന്നും കണ്ടുപിടിച്ചോളൂ. എല്ലാത്തിൻ്റെയും പുറകിൽ ഒരു ഊർജമാണ് എന്ന് പറയും. ആ ഊർജത്തിന്റെയും പുറകിലൊന്നും വേണ്ടേ അല്ലേ? ചലിക്കുന്നതായിട്ടുള്ള പ്രപഞ്ചത്തെ, ആ പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്നതായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വസ്തു ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ ഇത് ചലിക്കുന്നുള്ളൂ അല്ലെ. നമ്മൾക്ക് എങ്ങനെ ഇപ്പൊ നമ്മൾ രണ്ട് ഭാഗത്തുകൂടെ നമ്മൾ ഇരിക്കുന്ന ട്രെയിൻ എന്താണ് നിർത്തി കിടക്കുമ്പോഴേ നമുക്ക് മറ്റത് ചലിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഓടുകയാണെന്ന് സാധിക്കില്ല. അതിന്റെ കൂടി ഓടുകയാണെങ്കിലോ, അതിന്റെ കൂടി ഓടുകയാണെങ്കിൽ നമുക്ക് അതിനെ ചലിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുവോ? ഇല്ല. കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ട്രെയിനിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് മറ്റു ട്രെയിൻ ചലിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെയുള്ള സകല ചലനങ്ങൾക്കും ഒരു ആധാരമായിട്ടുള്ള ഒരു നിയമം ഇവിടെയുണ്ട്. ആ നിയമത്തിന്റെ പുറകിൽ ഒരു നിയാമകൻ ഇവിടെയുണ്ട്, ശക്തിയുണ്ട്. ആ ശക്തിയാണ് സകല ജീവജാലങ്ങളെയും ഇന്ന് നയിച്ചു കൊണ്ടുപോകുന്നത്. ആ സത്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ചുരുക്കി പറഞ്ഞാൽ അതാണ്, ഈ ഈശ്വരൻ 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 എന്ന് നമ്മൾ ഇങ്ങനെ പരന്ന് നടക്കാതെ താനാണ് ഈശ്വരൻ എന്നുള്ളൊരു ഉറപ്പിലെത്തിയാലോ, അങ്ങനെ ഒരു ഉറപ്പിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചാലോ. വിരാട് സ്വരൂപനായിട്ടാണ് നമ്മളെ വർണ്ണിച്ചു കാണിച്ചിരിക്കുന്ന ആചാര്യന്മാരൊക്കെ. വിരാട് സ്വരൂപം എന്താണ്? കയ്യ്, കാല് അല്ലെ, ഈ മനുഷ്യരൂപം തന്നെയാണ് അവിടെ. ആ വിരാട് സ്വരൂപത്തിന്റെ ഒരു ചെറിയ ഫോമാണ് ഈ ഒരു സ്വരൂപം. ഇതും വിരാട് സ്വരൂപമാണ് അവിടെ. അങ്ങനെ നമുക്ക് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പം ഞാൻ ഈശ്വരനാണെന്നും ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾക്കൊക്കെ ആധാരം എൻ്റെ ഉള്ളിലുള്ള ബോധ സ്വരൂപനാണ് എന്നുള്ള
ആ ഒരു ഉറപ്പിക്കലുണ്ടെങ്കിൽ നമ്മൾ ഒരു ദുഃഖത്തിനും കാരണമാകുന്നില്ല, ഒരു ബന്ധനത്തിനും കാരണമാകുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? ഈശ്വരന് മായയായിട്ട് ബന്ധമില്ല. ഈശ്വരന് മായയായിട്ട് ബന്ധമില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ വരുമ്പോൾ നമ്മൾ അവിടെ ഏകാഗിയായിക്കൊണ്ട്, സ്വതന്ത്രനായിക്കൊണ്ട്, ആനന്ദനായിക്കൊണ്ട് നമുക്കിരിക്കാൻ സാധിക്കും. ഈ ഒരു സത്യത്തിലേക്ക് എത്തിച്ചേരലാണ് യഥാർത്ഥത്തിൽ ഈ ഉപാസനകളുടെയും ജപങ്ങളുടെയും വ്രതങ്ങളുടെയും ഒക്കെ ലക്ഷ്യം. അപ്പൊ നമ്മള് അതിൽ നിന്നൊക്കെ നമ്മൾ മാറി 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 ചിന്തിച്ച് പോവുകയാണ്. അങ്ങനെ മാറും തോറും എന്താണ്? മാറും തോറും നമ്മൾ ഇരുട്ടിലേക്ക് കടന്നു പോവാണ്. ആ ഇരുട്ടിൽ നിന്ന് ഈ വെളിച്ചത്തിലേക്ക് വരണമെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതൊക്കെ ഭഗവാൻ വേണ്ട പോലെ ഓരോരോ ഉപാസനകളിലൂടെ ആ ജ്ഞാനപ്രകാശത്തെ നമ്മളുടെ ഉള്ളിൽ ശോഭിപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പതിവ് പോലെ എന്താ ആ ജ്വരസ്തുതി ചൊല്ലിക്കൊണ്ട് സകല വിധത്തിലുള്ള ലോകത്തിന്റെ ദുഃഖങ്ങൾക്കും ഒരു ശാന്തി ഉണ്ടാകണേ എന്നുള്ള ആത്മാർത്ഥമായിട്ടൊരു പ്രാർത്ഥന. പലതരത്തിലുള്ള ദമ്പതിമാര്, അച്ഛനമ്മമാര്, മുത്തശ്ശൻ മുത്തശ്ശിമാര്, ഗുരുക്കന്മാര്, ശിഷ്യന്മാര്, മക്കള് തുടങ്ങിയതായിട്ടുള്ള പലതരത്തിലുള്ള ആളുകൾ അവർക്ക് അവരുടേതായിട്ടുള്ള എല്ലാ ശാന്തതയും സമാധാനവും ഒക്കെ അവർക്ക് ഉണ്ടാവണേന്ന് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഒരേ ഭാവത്തില് ഒരേ സ്വരത്തില് ആ ജ്വരസ്തുതി ചൊല്ലി ഭാഗവതത്തിലേക്ക് പ്രവേശിക്കാം. ജ്വര ഉവാചാം നമാമി ത്വാനന്ദശക്തിം പരേശം സർവാത്മാനം കേവലം ജ്ഞപ്തിമാത്രം വിശ്വോൽപത്തി സ്ഥാന സംരോധഹേതും യത്തൽ ബ്രഹ്മലിംഗം പ്രശാന്തം കാലോ ദൈവം കർമ്മജീവ സ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണാത്മാ വികാര തത്സംഘാതോ ബീജരോഹ പ്രവാഹസ്ത്വന്മായേഷ തം നിഷേധം പ്രപദ്യേ നാനാഭാവേ നീലയേവോപന്യേർദേവാൻ സാധൂം ലോകസഹിതോൻ വിഭജീഹം സ്യുന്മാർഗാൻ ഹിംസയാ വർത്തമാനാൻ ജന്മൈ തത്തേ ഭാരഹാരായ ഭൂമേഃ തപ്തോഹം തേ തേജസാ ദുസ്സഹേന ശാന്തോഗ്രേണാത്യുൽബണേന ജ്വരേണ താവത് പാപോ ദേഹിനാം തേ ഹൃമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധാഃ താവത് പാപോ ദേഹിനാം തേ ഹൃമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധാഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.